കഥ സഖി ഭാഗം 9. ഉണ്ണി, ലക്ഷ്മിയമ്മ മെല്ലെ വിളിച്ചു. കുറുമ്പ് കാണിച്ചതിന് അമ്മയോട് വഴക്കിട്ടിരിക്കുന്ന ഒരു 8 വയസ്സുകാരനെ പോലെ പിണങ്ങി മാറി ഇരിക്കുന്നവനെ ലക്ഷ്മിയമ്മ വാത്സല്യത്തോടെ നോക്കി. അലസമായി കിടക്കുന്ന മുടിയിഴകൾ നെറ്റിയിൽ നിന്ന് പതിയെ മുകളിലേക്ക് മാടിയൊതുക്കി നെറ്റിയിലേക്ക് കയ്യിലിരിക്കുന്ന ഇലച്ചീന്തിൽ നിന്നും ഒരു നുള്ളു ചന്ദനമെടുത്ത് കുറി വരച്ചു കൊടുത്തു. ഇന്നെൻ്റെ ഉണ്ണിയുടെ പക്ക പിറന്നാളാണ്. അതുകൊണ്ട് അമ്പലത്തിൽ പോയതല്ലേ അമ്മ, ലേശം വൈകിപ്പോയി. അപ്പോഴേക്കും വാസ്യന്തിയോട് വഴക്കിട്ടില്ലേ? കെറിവിച്ചും കൊണ്ട് അവർ അവനരികിലിരുന്നു. എനിക്ക് അവരിഷ്ടമല്ല, കൊഞ്ചിയും കൊണ്ട് പറയുന്നു. അവനെ അനുതാപത്തോടെ ഒന്ന് നോക്കി. ആ സംസാരം മാത്രമാണ് അവനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അല്ലെങ്കിൽ മാണിക്യമംഗലത്തെ മറ്റാരേക്കാൾ യോഗ്യനാണ് അവൻ. വരൂ ഉണ്ണി, കഴിക്കാം. മെല്ലെ അവൻ്റെ മുടിയേകളിൽ തലോടിക്കൊണ്ട് ലക്ഷ്മിയമ്മ അവന് നേരെ ഭക്ഷണം നീട്ടി. ചന്തുവിടെ 2 ദിവസമായി ചന്ദനുവിനെ കാണാത്തത് കൊണ്ട് അന്വേഷണമാണ്. ഇന്നലെ അച്ഛനും ചന്തുവും വന്നപ്പോൾ ഒരുപാട് വൈകി. അതുകൊണ്ടാണ് ഉണ്ണിയെ കാണാൻ വരാഞ്ഞേ കേട്ടോ. വാത്സല്യത്തോടെ അവനരികിലിരുന്നു ആയമ്മ മുഴുവൻ ഭക്ഷണവും കഴിപ്പിച്ചു. ലക്ഷ്മിയമ്മേ, വാസന്തിയാണ്. മംഗലത്തമ്മ വിളിക്കണുണ്ട്, വന്നേക്കാം. തിരിഞ്ഞു നോക്കിക്കൊണ്ട് മറുപടി പറയുന്നതോടൊപ്പം ലക്ഷ്മിയമ്മ എഴുന്നേറ്റു. ഉണ്ണി, പുറത്തേക്കൊന്നും ഇറങ്ങല്ലേ. അമ്മ മുത്തശ്ശിയെ കണ്ടിട്ട് വേഗം വരാം. ഉണ്ണിയോട് അനുമതി ചോദിച്ചിട്ട് അവർ പുറത്തേക്ക് നടന്നു. മംഗലത്തമ്മ 70-ൽ കൂടുതൽ പ്രായമുണ്ട്. മുടി നരച്ചു തുടങ്ങിയെങ്കിലും മുഖത്തെ ശ്രീത്വം അവരുടെ കുലീനത വിളിച്ചു പറയുന്നുണ്ട്. അമ്മ വിളിച്ചു എന്നെ? വിനയത്തോടെയാണ് ലക്ഷ്മിയമ്മ ചോദിച്ചത്. ഉവ്, ഇന്നലെ പോയിട്ട് സാവിത്രിക്കുട്ടിയുടെ മോളെ കണ്ടുവോ? ആ കുട്ടി സമ്മതിക്കുമോ? നിറഞ്ഞ ആകാംക്ഷ ഉണ്ടായിരുന്നു അവരുടെ മുഖത്ത്. കണ്ടുത്രേ, നല്ല ശ്രീത്വമുള്ള കുട്ടി. സാവിത്രിക്കുട്ടിയുടെ തനി പകർപ്പാണെന്നാ ഏട്ടൻ പറഞ്ഞേ. പിന്നെ ബാക്കിയൊന്നും ഏട്ടൻ പറഞ്ഞിട്ടില്ല. എങ്ങനെ അമ്മയെ കാണുമ്പോഴേക്കും അതൊക്കെ പറയുന്നേ? ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൂജയിലും ആചാരങ്ങളിലും ഒന്നും വിശ്വാസം കാണില്ല. അവർ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. ശരിയാ, ഒന്നിനും നിർബന്ധം പിടിക്കേണ്ട. തറവാടിനെ പറ്റി ഇത്രയും നിശ്ചയമുള്ള സാവിത്രിക്കുട്ടി പോലും സമ്മതിച്ചില്ല. പിന്നെയല്ലേ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ. അവനോട് പറഞ്ഞേക്കൂ വേണ്ടാത്തതൊന്നും ചെയ്യേണ്ടെന്ന്. അവൻ പിന്നെയും വായിച്ചും കൊണ്ടിരുന്ന രാമായണം കയ്യിലേക്കെടുത്തു. ലക്ഷ്മിയമ്മ തിരിച്ചു നടന്നു. മുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ കണ്ടു താഴേക്ക് ഇറങ്ങി വരുന്ന മകനെ. അമ്മേ, ഗുഡ് മോർണിംഗ്. മനോഹരമായ ചിരിയോടെ ചന്തു പറഞ്ഞു. എന്തേ മുഖത്തൊരു തിളക്കം? ഉറപ്പെണ്ണി എങ്ങനെയുണ്ട്? നിനക്കിഷ്ടായോ കുട്ടി? ഉവ്, ഇഷ്ടായി. എന്തേ കെട്ടിച്ചു തരൂ അമ്മ? കുസൃതി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ ഒരു കസേര വലിച്ചിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അരികിലിരുന്നു. കളിയാക്കേണ്ട, സത്യം പറഞ്ഞ എൻ്റെ ഉള്ളിൽ അതാണ്. അല്ലാതെ ദേവിയായി ഇവിടെ പൂട്ടിയിട്ടൊരു പെണ്ണിൻ്റെ ജീവിതം മുഴുവൻ ഇവിടെ ഹോമിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല. ഗായത്രി ഇവിടെ വേണമെന്നേ പ്രശ്നത്തിലുള്ളൂ. അത് ഇങ്ങനെയും ആവാം. പറഞ്ഞു വന്നപ്പോഴേക്കും അവരുടെ കണ്ണു നിറഞ്ഞു. ഒന്നു നിർത്തൂ എൻ്റെ അമ്മേ, അല്ലെങ്കിലും അച്ഛൻ്റെ ഒരു പ്ലാനും നടക്കില്ല. 6 അടി പൊക്കത്തിൽ അവിടെ ഒരു ഐറ്റത്തെ ഞാൻ കണ്ടു. ദേവൻ ഗായത്രിയുടെ അച്ഛൻ്റെ സ്വപ്നത്തിൽ പോലും കിട്ടില്ല. പറഞ്ഞും കൊണ്ട് അവൻ പ്ലേറ്റ് എടുത്തു മുന്നിലേക്ക് വെച്ചു. ലക്ഷ്മിയമ്മ ഒന്നും പറയാതെ അവൻ്റെ പ്ലേറ്റിലേക്ക് നല്ല സോഫ്റ്റായ ഇഡ്ഡലി വിളമ്പി. അമ്മയുടെ മന്ദത കണ്ട് ബാക്കി സാമ്പാറും ചമ്മന്തിയും എല്ലാം അവൻ തനിയെ വിളമ്പി. ഉണ്ണി, നിന്നെ തിരക്കിട്ടോ? തിടുക്കത്തിൽ ഭക്ഷണം കഴിക്കുന്ന അവനെ നോക്കി അമ്മ പറഞ്ഞു. അങ്ങോട്ട് തന്നെയാ പോകുന്നേ. അവൻ വേഗം എഴുന്നേറ്റ് കഴുകി. ചന്തു ചെല്ലുമ്പോൾ ജനലിലൂടെ താഴേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഉണ്ണി. ഏട്ടൻ എന്തായി നോക്കണേ? പിന്നിലൂടെ ചെന്ന് എത്തി നോക്കിക്കൊണ്ട് ചന്തു ചോദിച്ചു. ഞാൻ സീതയെ നോക്കുകയാണ് ചന്തുട്ടാ. വരാമെന്ന് പറഞ്ഞിരുന്നു എന്നോട്. ഉണ്ണി താഴെ നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു. സീതയോ? അതേ, അതപ്പോൾ ഞാൻ അറിയാത്ത പുതിയൊരാൾ. ചന്തു ആലോചനയോടെ കട്ടിലിരുന്നു. ഉണ്ണിക്ക് പഴയ ബഹളമോ വാശിയോ ഒന്നുമില്ല. പറയുന്നതൊക്കെയും അനുസരിക്കുന്നുണ്ട്. പരിചയമില്ലാത്ത ആൾക്കാരോട് മാത്രം ഭയമാണ്. ഉണ്ണിയുടെ ഭാവങ്ങൾ ഓരോന്നും കട്ടിലിരുന്ന് നിരീക്ഷിക്കുകയാണ് ചന്തു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലക്ഷ്മിയമ്മ കടന്നു വന്നത്. ആരാമേ സീത? ചന്തു തിരക്കി. അറിയില്ലടാ, 3-4 ദിവസമായി ഇവൻ ഏതോ സീതക്കുട്ടിയെ വെയിറ്റ് ചെയ്യുക. അമ്മ ചിരിയോടെ പറഞ്ഞിട്ട് ഉണ്ണിക്ക് കഴിക്കാനായി ടാബ്ലറ്റ് എടുത്തു കൊടുത്തു. യാതൊരു മടിയും കൂടാതെ അവൻ അത്
വാങ്ങി കഴിച്ചു. നേരം വെളുത്ത് തുടങ്ങിയിരുന്നു. വീടെത്തുമ്പോഴേക്കും ദേഷ്യം മുഴുവൻ ആക്സിലേറ്ററിൽ ചവിട്ടി തീർത്തുകൊണ്ടിരുന്ന ദേവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇരിപ്പാണ് ജോ, ഒരു പോള കണ്ണടക്കാതെ. വീട്ടിൽ ആരും ഉണർന്നിട്ടില്ല എന്ന് മനസ്സിലായതും ദേവൻ നിർത്താതെ കാളിംഗ് ബെൽ അടിച്ചുകൊണ്ടേയിരുന്നു. അമ്മ തന്നെയാണ് വന്നു വാതിൽ തുറന്നത്. മുന്നിൽ കത്തുന്ന മിഴിയോടെ നിൽക്കുന്ന ദേവനെ അമ്മ അമ്പരപ്പോടെ നോക്കി. എന്താ കുഞ്ഞാ, എൻ്റെ മോൻ എന്തേ പറ്റിയേ? അമ്മയ്ക്ക് ആകെ ആവലാതിയായി. വിളിക്കയാളെ, മുന്നിലിരിക്കുന്ന ചെടിച്ചട്ടി ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു. കുഞ്ഞാ, ഭ്രാന്താണോ നിനക്ക്? അമ്മയ്ക്കും ആകെ അങ്കലാപ്പായി. അപ്പോഴേക്കും ഈ ബഹളമൊക്കെ കേട്ട് അച്ഛൻ ഇറങ്ങി വന്നു, കൂടെ രാമേട്ടനും. അച്ഛനെ കണ്ടതോടെ ദേവൻ്റെ കലി ഇരട്ടിച്ചു. അവൻ വേഗം മുന്നോട്ട് പോയി വണ്ടിയുടെ ഡിക്ക് തുറന്ന് അതിലുണ്ടായിരുന്ന പെട്രോൾ നിറച്ച കന്നാസ് എടുത്ത് എന്നിട്ട് അതിലുള്ള പെട്രോൾ മുഴുവൻ പോർച്ചിൽ കിടന്ന കാറിന് മീതെ ഒഴിച്ചു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ തീപ്പെട്ടിക്കൊള്ളി ഉരസി അതിൻ്റെ മേലേക്കിട്ടും കൊണ്ട് കുറച്ചു മാറി നിന്നു. എല്ലാവരും നോക്കി നിൽക്കെ ബെൻസ് ഒരു തീഗോളമായി മാറി. ഞെട്ടി പിന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന എല്ലാവരും അത് നോക്കി നിന്നു. ജോ മാത്രം യാതൊരു വികാരവുമില്ലാതെ ഇതെല്ലാം പ്രതീക്ഷിച്ചതാണെന്ന മട്ടിൽ നെഞ്ചിൽ കൈകെട്ടിക്കൊണ്ട് കുറച്ചു മാറി ഇതെല്ലാം നോക്കി നിന്നു. നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയുക, ലോകത്ത് എന്തിനേക്കാൾ എനിക്ക് വലുത് എൻ്റെ ഗായുവാണ്. എൻ്റെ നന്ദനും ജോയും എല്ലാം എനിക്ക് പ്രാണനേക്കാൾ വലുതാണ്. അവർക്ക് നേരെ നിങ്ങളുടെ കൊഴുത്ത നാവി ഇനി ചലിച്ചാൽ, വിരൽ ഉയർത്തിക്കൊണ്ട് പറയുന്ന അവൻ്റെ കണ്ണിൽ അഗ്നി നേരിടാൻ കഴിയാതെ അദ്ദേഹം മുഖം തിരിച്ചു കളഞ്ഞു. കുഞ്ഞാ, അത് അച്ഛനാണ്, അമ്മ കരഞ്ഞുകൊണ്ട് മുഴിപ്പിക്കാതെ പറഞ്ഞു നിർത്തി. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് വെറുതെ വിടുന്നത്. ഇനി ഒരിക്കൽ കൂടി ഇങ്ങോട്ട് എന്നെ വരുത്തിയ ആ ബന്ധം ഞാൻ അങ്ങ് മറക്കും. ആ പറഞ്ഞത് മുഴുവൻ അമ്മയോടായിരുന്നു. കൂടുതൽ കേൾക്കാൻ ശക്തിയില്ലാതെ ആ അമ്മ നിലത്തേക്ക് ഊർന്നിരുന്നു. കലി അടങ്ങാതെ നിൽക്കുന്ന ദേവനെ ദേഷ്യത്തിൽ തന്നെ നോക്കി നിൽക്കുകയാണ് അച്ഛൻ. പോവാണ്, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് ഇല്ലമ്മേ. എന്നെ കാണണമെങ്കിൽ അമ്മ ചെമ്പകശ്ശേരിയിലോട്ട് വാ. ആ വാതിൽ എപ്പോഴും എല്ലാവർക്കും മുന്നിൽ തുറന്നു കിടക്കും. അമ്മയുടെ അരികിലേക്ക് ഇരുന്നും കൊണ്ട് കൈ രണ്ടും കൂട്ടിപ്പിടിച്ചും കൊണ്ട് അവൻ പറഞ്ഞു. ഉടനെ എണീറ്റ് തിരിഞ്ഞു നടന്നു. ഒന്നും പറയാൻ കഴിയാതെ, ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായതയോടെ ആയമ്മ മകൻ നടന്നകലുന്നത് നോക്കിയിരുന്നു. ദേവേട്ടാ, നിർത്താതെയുള്ള ഫോണിൻ്റെ ബെല്ലടി കേട്ട് എടുക്കുമ്പോൾ അപ്പുറത്ത് നെച്ചുവാണ്. എന്താടി കിടന്ന് കാറുന്നേ? ദേവൻ്റെ ദേഷ്യം അടങ്ങിയില്ലായിരുന്നു. ഇങ്ങോട്ട് വരുന്നില്ലേ? അച്ഛൻ്റെ കാല് തല്ലിയെടുക്കുന്നു പറഞ്ഞിട്ട് മറന്നുപോയോ? കിണിങ്ങിക്കൊണ്ടുള്ള പറച്ചിൽ കേട്ടതും അവൻ്റെ അരിശം കൂടി. ഡീ പുല്ലേ, നിൻ്റെ കൊണിയാതെ ഞാൻ അങ്ങോട്ട് വന്നാൽ നിൻ്റെ തന്തയെ കൊല്ലേണ്ടി വരും. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. എൻ്റെ നന്ദനും ഗായും പിന്നെ എന്നോട് ക്ഷമിക്കില്ല. അതുകൊണ്ടാണ് വരാത്തത്. ദേവൻ പറഞ്ഞുകൊണ്ട് ജോയെ നോക്കി സ്പീഡിൽ പോവാൻ കണ്ണുകാട്ടി. സാരില്ല, അച്ഛനോട് വഴക്കുണ്ടാക്കാൻ ഇന്ന് വരുമെങ്കിൽ കോളേജിൽ പോകണ്ടെന്ന് കരുതി ചോദിച്ചതാ. ആ സൂപ്പർ സ്റ്റണ്ട് ഒരെണ്ണം മിസ്സായി. നെച്ചുവിൻ്റെ വാക്കുകളിൽ ശരിക്കും നിരാശ ഉണ്ടായിരുന്നു. ഇവളുടെ തന്ത അങ്ങേര് തന്നെ അല്ലേ എന്നാണ് ഫോൺ വയ്ക്കുമ്പോൾ ദേവൻ ചിന്തിച്ചത്. നന്ദനും ഗായുവും മാറി മാറി വിളിച്ചിട്ടും ദേവൻ ഫോൺ എടുത്തില്ല. ഒടുവിൽ കുഴപ്പമൊന്നുമില്ലെന്നും നെച്ചു പറഞ്ഞിട്ടാണ് അവർ അറിഞ്ഞത്. ഗായു ഡ്രസ്സ് ഓരോന്നായി എടുത്തു ബാഗിൽ അടുക്കി വെച്ചു. ഒന്നും മിണ്ടാതെ എല്ലാം നോക്കിയും കണ്ടും കൊണ്ട് നന്ദൻ നിൽപ്പുണ്ട് തൊട്ടരികെ തന്നെ. ആമിയാണെങ്കിൽ കട്ടിലിരുന്നും കൊണ്ട് പ്ലേറ്റ് നിറച്ചും കായ വറുത്തത് കൊണ്ട് വെച്ച് തിന്നും കൊണ്ടിരിക്കുന്നു. ഗായുവിൻ്റെ ഈ പാക്കിംഗ് ഒന്ന് ആളെ ബാധിക്കുന്നതേയല്ല. ഗായു വേണോ? ഇത് നമുക്ക് കാണിച്ച് തീരുമാനിക്കാം. ഗായു വേണോ? ഇത് നമുക്ക് ഒന്നിച്ചു തീരുമാനിക്കാം. നന്ദൻ അവസാന ശ്രമം എന്ന മട്ടിൽ പറഞ്ഞു നോക്കി. നിസ്സഹായത നിറഞ്ഞ ഒരു പുഞ്ചിരിയായിരുന്നു മറുപടി. നന്ദുവേട്ട, ഡോണ്ട് വെറി. എന്നെ നോക്ക്, എനിക്ക് വല്ല സങ്കടമുണ്ടോ? എന്താ കാര്യം? ഗായച്ചിനെ ദേവേട്ടൻ വിടൂലെന്ന് എനിക്കറിയാം. പാവം ഇരുന്ന് പാക്ക് ചെയ്തോട്ടെ. ഗായുവിൻ്റെ താടിയിൽ പിടിച്ച് കൊഞ്ചി പറഞ്ഞുകൊണ്ട് ആമി താഴേക്കോടി. നന്ദ, എനിക്ക് പോകണം. ദേവനെ സമ്മതിപ്പിക്കാൻ നീ എൻ്റെ കൂടെ നിൽക്കണം. ഗായു പറയുന്നത് ഉള്ളുലയുന്ന വേദനയോടെ നന്ദൻ കേട്ടുനിന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം.